ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് ഞാൻ എത്തി. പിന്നെ ഇതെല്ലാം വലിച്ചൂറണം. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാൻ ഇത്രയും ടാസ്ക് ഇല്ല. ഇത് ഊരുന്നതാണ്. ഇതൊന്നും പൊട്ടാതെ ഊരണമല്ലോ. നമുക്ക് പിന്നെ യൂസ് ചെയ്യേണ്ട സാധനമല്ലേ. അപ്പം അത്യാവശ്യം എന്നെക്കൊണ്ട് ഊരി വെക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഊരി വെച്ച്. ഇനി ആരുടെയെങ്കിലും ഹെൽപ്പില്ലാതെ എനിക്കിതൊന്നും നടക്കത്തില്ല. പീലിയൊക്കെ വലിച്ചൂരി എടുത്ത് ഞാൻ പിന്നെ ഓർത്ത് പീലി ഒട്ടിയുന്ന വശമുണ്ട്, ഇനിയും റീയൂസ് ചെയ്യാം. പിന്നെ ഈ നമ്മൾ ഈ ചുട്ടിയും മാട്ടിയും എല്ലാം ഞാൻ ചയറെന്ന് കയറ് ചരട് വെച്ച് കെട്ടിയേക്കുവാണ്. അന്നേരം അത് ഊരാനായിട്ട് ഭയങ്കര പാടാണ്. ഞാൻ കത്രികയൊക്കെ കൊണ്ടാണ് ഇരുന്നത്, കട്ട് ചെയ്തെടുക്കാമല്ലോ എന്ന്. പക്ഷേ എൻ്റെ ഭയങ്കര ക്ഷമയുള്ള ഭർത്താവ് കുത്തിയിരുന്ന് മൊത്തം അഴിച്ച്. ഇത് എങ്ങനെ അഴിക്കാം? പൂവൊക്കെ അഴിക്കാൻ നല്ല പാടാണ്. കാരണം ഞാൻ അത്രയ്ക്കും വരിഞ്ഞ് മുറുക്കി വെച്ചേക്കാണ്. ഞാൻ എങ്ങനെയൊക്കെ ഡാൻസ് ചെയ്താൽ പോലും അത് ഊരിപ്പോവില്ല. അതുപോലെ ഞാൻ ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, കത്രിക തരട്ടെ, കട്ട് ചെയ്ത് മാറ്റുന്നു. ഒന്നും മിണ്ടുന്നില്ല, കുത്തിയിരുന്ന് അഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ ക്യാമറ എനിക്ക് കുറച്ചും കൂടെ നീക്കി വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചെറിയ ടേബിളായിരുന്നു. അപ്പോൾ എൻ്റെ ഈ സാധനങ്ങളൊക്കെ അഴിച്ചു വെക്കുന്ന കൂട്ടത്തിൽ കൈ തട്ടി ഒരു വട്ടം വീഴാൻ പോയി. പിന്നെ ഞാനടുത്ത് എന്തിനാണ് ഞാൻ വെറുതെ ഭാഗ്യം പരീക്ഷിക്കുന്നതെന്നോർത്ത് ഞാനടുത്ത് നടുക്കേനങ്ങ് ഫിക്സ് ചെയ്തതാണ്. നിന്നോണ്ടാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടിയേനെ. പക്ഷേ എനിക്ക് നിൽക്കാനൊന്നും വയ്യ. ഞാൻ അത്രയ്ക്ക് ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. വേദന എടുക്കുന്നുണ്ട്. വേദന എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാഗവല്ലിയായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ക്ഷമിച്ചിരുന്നല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് വേണ്ടിയിട്ടല്ലേ ഈ അഴിച്ചെടുക്കുന്നത്. ഫുള്ള് കയറാണ് തല മൊത്തം. ഒരു 2-3 സൈഡിൽ നിന്നാണ് കെട്ടി വെച്ചേക്കുന്നത്. അത് ഞാൻ ഓർത്തത് ശരി കട്ട് ചെയ്തെടുക്കുക അവസാനം ഇത് പ്രോഗ്രാം കഴിയുമ്പോഴെന്ന്. ആളി കുത്തിയിരുന്ന് അഴിക്കുമെന്നുണ്ടായിരുന്നു. ഞാൻ അതനുസരിച്ച് കെട്ടി വെക്കത്തുള്ളായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കത്രിക എടുത്ത് വെക്കുന്നുണ്ട്, നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് നല്ലതെന്ന് ഓർത്തിട്ട്. ഒരു രക്ഷയില്ല. ആൾ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, അഴിച്ച് മറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം പക്ഷേ അഴിച്ചെല്ലാം കഴിഞ്ഞിട്ടും മേക്കപ്പ് ആ നെറ്റിയിലുള്ളതൊക്കെ കുറച്ച് പോയി. കാരണം അത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൊട്ട് പോയതാണ്. അല്ലാതെ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ആകുന്നതാണ്. എന്നിട്ടും ഇങ്ങനെ മുഖത്തുനിന്ന് ഒലിച്ചു പോകും, അങ്ങനെയൊന്നും ചെയ്തില്ല. നെറ്റിയിലുള്ളത് മാത്രം പോയി. കാരണം എൻ്റെ മുടി ഇങ്ങനെ ഞാൻ കളിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വന്ന് അങ്ങനെ മുടിയിൽ ആ ഒരു സൈഡിൽ കണ്ടോ, നെറ്റി പോർഷൻ കണ്ടോ, അവിടുത്തെ മേക്കപ്പ് പോയതാണ്. അല്ലാണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് സ്വെറ്റായെങ്കിൽ പോലും അങ്ങനെയും മേക്കപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊള്ളായിരുന്നു. ഞങ്ങൾ അന്ന് എറണാകുളത്ത് തന്നെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം കണ്ണൂരേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ലിസ്റ്റിലില്ലാത്ത ട്രിപ്പാണ്. പിന്നെയും എനിക്കറിയില്ല, പോകുന്നത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഓക്കെ ഇത് കാരണം പിറ്റേ ദിവസം, അതായത് എൻ്റെ ഡാൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ പോകാനുള്ള പ്ലാനായിരുന്നു. കാരണം എങ്ങനെ അത് നടക്കും എന്നുള്ളതായിരുന്നു. പിന്നെയും കുഴപ്പമില്ല, ഞങ്ങളവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് എനിക്ക് അത്രയും ക്ഷീണം ഉണ്ടായില്ല. കാരണം നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റല്ലേ പോയത്. പിറ്റേ ദിവസം വെളുപ്പിനാണ് പോയത്. ഒരു 9 മണി 10 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ കണ്ണൂരെത്തി. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. ചെവിയൊക്കെ നല്ല പെയിനായിരുന്നു. കാരണം ഇതിങ്ങനെ വരിഞ്ഞ് മുറുക്കി വെച്ചേക്കുമല്ലോ, അതും നല്ല ഹെവിയാണ്. ജുംക്ക വരുന്നത് നല്ല ഹെവി ആയിട്ടാണ്. അപ്പം നല്ല പെയിൻ ഉണ്ടായിരുന്നു. തലയൊക്കെ നല്ല വേദനയായിരുന്നു. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മുടിയാണെങ്കിൽ പോലും സൂപ്പർ മുടിയാണ്. ഇത്രയൊക്കെ മുടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്താ കാണിച്ചേനെ. പക്ഷേ നല്ല സൂപ്പർ മുടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ മുടി. നല്ല വെയിറ്റുമാണ്. നമ്മുടെ ഒരു സൈഡിൽ കെട്ടുന്നത് അത് 3ആയിട്ട് സെറ്റാക്കിയേക്കുമല്ലോ, ആ ഒരു സെറ്റ് നമ്മുടെ ഒരു മുടി പിന്നിടുന്ന ആ ഒരു കട്ടി വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ല മുടിയാണ്. എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഓർണമെൻറ്റ്സാണ് ഇത് ഫുള്ള്. അതിലിപ്പോൾ ആ തൂങ്ങിക്കിടക്കുന്ന മാലയുണ്ട്, അത് മാത്രമാണ് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചത്. ബാക്കിയെല്ലാം അരങ്ങേറ്റത്തിന് തന്നെ ആയിരുന്നു. സൂര്യനെയും ചന്ദ്രനെയും ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും വെച്ചില്ല. മാട്ടി വെച്ചത് നന്നായില്ലെങ്കിൽ എൻ്റെ ചെവി ഊരിപ്പോയേനെ അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ എല്ലാം വലിച്ച് പറിച്ച് എൻ്റെ മുടിയൊക്കെ എടുക്കുന്നത്. പക്ഷേ മുടി മൊത്തം ഉടക്ക് വീണു. പിന്നെ ഇനി വീട്ടിൽ കൊണ്ടുവന്ന് അത് സെറ്റാക്കണം, അല്ലാണ്ട് നടക്കത്തില്ല.